അഫ്ഗാനി ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ അഫ്ഗാനി ചിക്കൻ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ബാർബിക്യൂ സ്റ്റാൻഡിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ ഇന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫ്രൈങ് പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒന്നുകൂടി ഈസി. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്തിട്ടൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ടേസ്റ്റി അഫ്ഗാനി ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അഫ്ഗാനി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളം കളയാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 300 ഗ്രാം ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രീം ചേർക്കുന്നുണ്ട്, ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കസൂരി മെത്തി ചേർക്കാം. കസൂരി മെത്തി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ കൈവെള്ളയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. 1/4 ടീസ്പൂൺ വരെ ചാട്ട് മസാല പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വരെ പച്ചമുളക് ചതച്ചത് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ചെറുനാരങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല, പുളി കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. മുഴുവൻ വെള്ളവും കളഞ്ഞിട്ട് വേണം ചേർക്കാൻ. എന്നിട്ട് ഈ മസാലയിലേക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിൽ നന്നായിട്ട് മസാല പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ചിക്കനൊക്കെ നമുക്ക് ഇതുപോലെ സൈഡിലാക്കിയിട്ട് നടുവിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് ഈ ഗ്യാപ്പിലേക്ക് നമുക്കൊരു സ്റ്റീൽ ബൗൾ വെച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കന് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചാർക്കോൾ ഇട്ട് കത്തിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ചാർക്കോൾ ഞാനിവിടെ കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കത്തിയിട്ടുണ്ട്. ഈ ചാർക്കോൾ എടുത്തിട്ട് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് പുകഞ്ഞ് വരും. അപ്പോൾ തന്നെ ആ പുകയാൻ തുടങ്ങിയ ഉടനെ തന്നെ നമ്മൾ ഇതുപോലെ ഇതങ്ങ് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അടച്ചു വെക്കുകയാണെങ്കിൽ ആ പുകയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് നമ്മുടെ ചിക്കന് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്ക് 2 മണിക്കൂർ ഇതുപോലെ തന്നെ വെക്കാം, തുറക്കണ്ട. 2 മണിക്കൂറിന് ശേഷം തുറന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിന്നിത് 2 മണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇതിൻ്റെ പുകയൊക്കെ മുഴുവനും പോയിട്ടുണ്ട്. അതൊരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ പുകയൊക്കെ മുഴുവനായിട്ട് അങ്ങ് പോവും. അപ്പോൾ നമുക്ക് ഈ പാത്രം, ഈ ബൗള് ഇവിടുന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ തുറക്കുന്ന സമയത്ത് തന്നെ ഈ ചിക്കന് നല്ലൊരു മണമുണ്ട്. നമ്മൾ ചാർക്കോളിട്ട് കത്തിച്ചതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മസാല പുരട്ടിയ ചിക്കൻ ഓരോ പീസായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനും പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രത്തിൽ ബാക്കി വരുന്ന മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. മുഴുവനും ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു 4-5 പ്രാവശ്യമെങ്കിലും തിരിച്ചു മറിച്ചിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം തീരെ ചെറിയ കഷ്ണങ്ങളായിട്ടല്ല, കുറച്ചൊരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുഴുവൻ ചിക്കനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ വശവും കൂടി നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
എന്നിട്ട് രണ്ടാമത്തെ വശം ഫ്രൈ ആയി കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ഫ്രൈ ആവാത്ത ഭാഗം നോക്കിയിട്ട് തിരിച്ചു മറിച്ചും 3-4 പ്രാവശ്യമെങ്കിലും ഇട്ടതിന് ശേഷം മാത്രം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതുകൊണ്ട് ഫ്രൈ ആവാത്ത ഭാഗമൊക്കെ നോക്കിയിട്ട് വീണ്ടും വീണ്ടും തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചിക്കൻ നമുക്ക് ഈ പാനിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുഴുവൻ ചിക്കനും ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ വളരെ രുചിയേറിയ അഫ്ഗാനി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്